ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കറിയാം, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. പോൾ തോമസ് ആൻഡേഴ്സൺ, ലെജൻഡറി ഫിലിം മേക്കർ ആയിട്ടുള്ള ബൂഗി നൈറ്റ്സിന്റെ അല്ലെങ്കിൽ ദർ വിൽ ബി ബ്ലഡ്, അങ്ങനെ ഈ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു പുള്ളിയുടെ ലെജൻഡറി സ്റ്റാറ്റസ്, ഫിലിം മേക്കിങ്ങിന്റെ ആ ഫിനെസ്, ആ ക്വാളിറ്റി എത്രത്തോളം വലുതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്തായാലും പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും സിനി ഫൈൽസ് ഒക്കെ എന്തായാലും ഈ സിനിമ പോയിട്ട് കാണാൻ പോയിട്ടുണ്ടാവുക. അതായത് ഡിക്കാപ്രിയോനെ പോലുള്ള ഒരു ലെജൻഡറി ആക്ടറിന്റെയും സിനിമ കാണാനുള്ള ഒരു ഭാഗ്യം. അപ്പൊ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഈ സിനിമ കാണാൻ പോവുക. പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ എത്രത്തോളം ഹൈപ്പിലുള്ള സിനിമകൾ നമുക്കറിയാം. ഈ സിനിമയുടെ ഭയങ്കരമായിട്ടുള്ള റേറ്റിംഗ് ഉണ്ട്. IMDb നോക്കുകയാണെങ്കിൽ 8.6 ഉണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ഹൈപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പെക്ടേഷന്റെ മുകളിലോട്ടേക്ക് പോകുന്ന എത്ര നല്ല സിനിമയാണെങ്കിലും നമ്മളങ്ങനെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു സിനിമ കണ്ടിട്ട് കുറച്ചായി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പേഴ്സണലി ഇംഗ്ലീഷിന്റെ കാര്യം തന്നെ, മലയാളത്തിൽ നമുക്ക് കുറച്ച് അതിശയിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇംഗ്ലീഷിൽ കുറച്ചായിട്ട് എക്സെപ്ഷണലി ഗ്രേറ്റ് മൂവീസ് ഉണ്ടായിട്ടുള്ള ഒരു ഏരിയയാണ് ഹോളിവുഡ് എന്ന് പറഞ്ഞത്. അപ്പൊ അത്രയും എക്സെപ്ഷണലി ഗ്രേറ്റ് മൂവി ആയിട്ട് കൾട്ട് ലെവലിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. അതിന്റെ ഫിലിം മേക്കിംഗ്, ഓരോ ക്യാരക്ടർ, ഷോൺ പെന്നെ പോലുള്ള ഒരു ആക്ടർ. ഷോൺ പെന്നെ ഞാൻ ആദ്യമായിട്ട് അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയുള്ള ഓരോ ആക്ടിങ് മൂവ്മെന്റ്സും, ഡിക്കാപ്രിയോ ആയിക്കോട്ടെ, ഷോൺ പെൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ലീഡ് റോൾ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്ന വുമൺ ആയിക്കോട്ടെ, അതുപോലെ യങ് ആളായിട്ട് ചെയ്തിരിക്കുന്ന ആളായിക്കോട്ടെ, ഗ്രേറ്റ് ആക്ടിങ്. ഈ സിനിമയുടെ ദൈർഘ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂർ അത്രത്തോളം നീളമുണ്ട്. പക്ഷെ ഒരു സെക്കൻഡ് കൂടി ഈ സിനിമ അയ്യോ മടുപ്പിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് വാച്ച് നോക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു എത്രയോ ചെറിയ ചെറിയ സിനിമകൾ, എത്രയോ ഇതായിട്ടുള്ള സിനിമകൾ പോലും നമ്മൾ സമയം നോക്കി പോകും, പക്ഷെ ഒന്നും നോക്കിയിട്ടില്ല. കാരണം ഈ കാണുന്ന സിനിമ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് മാസ്റ്റർ പീസ്. ഒരു ടോപ്പ് 50 വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് മൂവീസിൽ വരാൻ പറ്റിയ ഒരു സിനിമയാണ്. ഡിക്കാപ്രിയോന്റെ കരിയർ ബെസ്റ്റിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ് പറയാൻ പറ്റും. അത്രയും ഇങ്ങനെ ഓരോ മൂവ്മെന്റ്സും കണ്ടിട്ട് ഇങ്ങനെ ഇതായി പോയിരുന്നു. നമുക്കറിയാം, ആദ്യം ഈ സംഭവങ്ങളൊക്കെ തുടങ്ങി ഈ ഷോൺ പെന്നും അതും മാത്രമായിട്ടുള്ള ഒരു സംഭവങ്ങളായിരിക്കും ഈ സിനിമയിൽ പോകുന്നതെന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ ഓരോന്നും കണക്റ്റഡ് ആയിട്ട് ഓരോരോ സ്ഥലത്ത് എത്തുമ്പോൾ ആ സ്റ്റോറി ഡൈവേഴ്സ് ആയിക്കൊണ്ടിരിക്കുക. അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഓരോരോ ലെയേഴ്സ് ഓപ്പൺ ചെയ്തിട്ട് ആ സിനിമ അത്രയും ഒരു എക്സെപ്ഷണലി ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തരാൻ കഴിഞ്ഞ ഒരു സിനിമ. അതായത് നിങ്ങളൊരു സിനിഫൈൽ ആണെങ്കിൽ ഈ സിനിമ പ്ലീസ് ഡോണ്ട് മിസ് ഇറ്റ് എവർ. കാരണം ദിസ് ഈസ് എ കൾട്ട് മൂവി. കൾട്ട് സ്റ്റാറ്റസിൽ അറിയപ്പെടാൻ പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സിനിമയാണ്. ഗ്രേറ്റ് എക്സ്പീരിയൻസ്. എനിക്ക് ആ എക്സ്പീരിയൻസ് എത്രത്തോളം ഷെയർ ചെയ്തിട്ടും അങ്ങ് നിർത്താൻ പറ്റുന്നില്ല. കാരണം ആ സിനിമ കണ്ടു കഴിഞ്ഞ് വന്നിട്ടും അതിലത്തെ ഓരോ ക്യാരക്ടേഴ്സും നമ്മുടെ മനസ്സിൽ വെക്കുകയാണ്, ഓരോ ഷോർട്സും നമ്മുടെ മനസ്സിൽ വെക്കുകയാണ്. ഒന്നും എടുത്തു നിൽക്കുന്നില്ല. എല്ലാ സിനിമയുടെ ഭാഗമായിട്ട് നമ്മളും ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ സഞ്ചരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അബ്സല്യൂട്ട്ലി ലവ്ഡ് ദ ഫിലിം. ഗ്രേറ്റ് 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 മൂവി.